ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നകുലിനോടാണെങ്കിൽ ശ്രേയ പറയുന്നുണ്ട്, മാളൂനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കേണ്ട. അവൾ ഇല്ലാതായാൽ ഞാനും മഹിയും തമ്മിലുള്ള വിവാഹം നടക്കത്തില്ല. അവസാനം നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് മാളൂനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹിയും കൂട്ടുകാരൻ ഇന്ദ്രനെയുമാണ്. മഹി പറയുന്നുണ്ട്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നകുലിന്റെ കള്ളത്തരങ്ങളൊന്നും ആരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, കള്ളന്മാരുടെ കള്ളത്തരങ്ങളാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. അവരാണെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ പല വഴികളും നോക്കുമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, മാളുവിന്റെ നേരെ തോക്ക് ചൂണ്ടിയായിരുന്നു നകുല്. അതെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, നകുൽ ഗംഗയോട് സംസാരിക്കുന്നതൊന്നും മാളുവിന് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ പറയാണ്, മാളുവിന് മാത്രമല്ല നിനക്കും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയാണ്. ഇവൻ എന്തായാലും പരോളിന് ഇറങ്ങിയതല്ലേ, ജയിലിൽ ഇവനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇവന്റെ ക്രിമിനൽ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകും, അവന്റെ പ്ലാനിങ് ഒക്കെ മനസ്സിലാകും. അതുകൊണ്ടൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നീട് രാഹുലാണെങ്കിൽ ഗംഗയെ കുറിച്ച് ഓർക്കുന്നു. അതിനുശേഷം ശ്രേയയുടെ അടുത്ത് ചെല്ലുന്നു. ശ്രേയയോട് പറയാണ്, ശ്രേയ എനിക്കൊരു വാക്ക് തന്നിരുന്നു, ഗംഗയെ എനിക്ക് സ്വന്തമാക്കാൻ ഒരു ചാൻസ് തരാമെന്ന്. പക്ഷെ അവസരമൊന്നും ഒരുക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട്, എന്റെ വിവാഹ സമയത്ത് അവസരം ഒരുക്കിയതാണ്, പക്ഷെ അത് നശിപ്പിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ ഗംഗയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് മുത്തശ്ശിയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗംഗയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി, ഇനിയും സമയമുണ്ടെന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയാണ്, എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല. ഗംഗയ്ക്ക് സൗന്ദര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവളെ വിവാഹം കഴിച്ചാൽ ഒരു ഗുണവുമില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ മാളുവിനെ തട്ടിക്കൊണ്ട് പോയി ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ വിവാഹം നടക്കുന്നത് വരെ മാളുവിനെ തട്ടിക്കൊണ്ട് ആരും പോകാൻ പാടില്ല. ഇപ്പോൾ മാളു ഉള്ളതാണ് എനിക്ക് ആശ്വാസം. എങ്കിൽ മാത്രമേ എന്റെ വിവാഹം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അത് വേണ്ട, എങ്ങനെയെങ്കിലും ഗംഗയെ സ്വന്തമാക്കാനുള്ള ഒരു വഴി ഒരുക്കണമെന്ന് പറയുന്നു. ഞാൻ പലതവണ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവളെ ആരോ രക്ഷിക്കുന്നുണ്ട്. ഏതോ ഒരു ശക്തിയുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇനിയും അവളെ പരമശിവനാണോ രക്ഷിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ശക്തി ഗൗരിയാണ്. തൽക്കാലം ഇവനോട് പറയണ്ട. ഇവനോട് പറഞ്ഞാൽ മഹിയോടും പറയും, മഹിയും അറിയും. മഹി ഗൗരിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ആത്മാവിനെ നശിപ്പിക്കാൻ മഹി സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഇവനോട് കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് ശ്രേയ വിചാരിക്കുകയാണ്. ശ്രേയ പറയുന്നുണ്ട്, ഗംഗയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രേയ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്രേയെ നമ്പിയിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെതായ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ഗംഗയെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നു. അതിനുശേഷം ഗംഗയെ കാണുന്നുണ്ട് രാഹുലാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട്, വിവാഹം തീരുമാനിച്ചാൽ പിന്നെ ഗംഗയ്ക്ക് ഒരു സന്തോഷവും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ല, ഞാൻ വേണമെങ്കിൽ ഈ വിവാഹം മുടക്കാമെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ മുത്തശ്ശി പറയുന്നതാണ് എനിക്കെന്തും, എൻ്റെ മുത്തശ്ശി പറയുന്നത് ഞാൻ എന്തും അനുസരിക്കുമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി കണ്ടെത്തുന്നത് എനിക്ക് നല്ല വിവാഹം തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു. രാഹുൽ ഇപ്പോൾ പറയുന്നുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഗംഗ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഗംഗയെ രക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗ പക്ഷെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് റൂം അടയ്ക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നകുലിനെയാണ്. നകുലാണെങ്കിൽ ഒരു ടാക്സിയിൽ വീട്ടിലേക്ക് വരുന്നു. ഒരു ബോക്സുമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് ഹൈമാവതി ചോദിക്കുന്നുണ്ട്, ബോക്സിൽ എന്താണ്, മാളുവിനുള്ള ഗിഫ്റ്റ് ആണോ, മാളുവിനെ സോപ്പിടാൻ വേണ്ടിയാണോ എന്നൊക്കെ. നകുൽ അപ്പോൾ പറയണം, അവൾക്കുള്ള ഗിഫ്റ്റ് ആണ്, പക്ഷേ ഈ ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല, വലിയ ഉറക്കത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അതെന്തൊരു ഗിഫ്റ്റ് ആണെന്ന് ചോദിച്ചിട്ട് ഹൈമാവതി കയ്യിൽ വാങ്ങുന്നു. തുറന്നു നോക്കുമ്പോൾ അകത്തു നിന്നും ഒരു പാമ്പാണ്. അത് വലിച്ചെറിയുന്നു. പാമ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. ഹൈമാവതി അത് കണ്ടിട്ട് പേടിക്കുകയാണ്. മൂർഖൻ പാമ്പാണ്, എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ പറയുന്നു. ശ്രേയയും നകുലിനെ വഴക്ക് പറയുന്നുണ്ട്. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളല്ലേ താഴേക്കിട്ടത്, എന്തിനാണ് ഇട്ടതെന്നൊക്കെ ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രേഷ്മയും രാഹുലിനെയാണ്. രേഷ്മയാണെങ്കിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ്, നീ തന്നെയാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്, ഞങ്ങളെ കൂട്ടാതെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, നീയല്ലേ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്, എന്നിട്ട് നീ മാളുവിനെ കടത്തിക്കൊണ്ട് പോകാൻ സമയത്ത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയണം, നിങ്ങൾക്കാണെങ്കിൽ ഒരു കാര്യത്തിലും ധൈര്യമില്ല, മാളുവിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അജിത്താണ്, അജിത്തിന് വേണമെങ്കിൽ മാളുവിനെ പറയുന്നവർക്ക് കൊടുക്കാൻ സാധിക്കും, പക്ഷെ കൊടുക്കാനുള്ള ധൈര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. രേഷ്മ അപ്പോൾ പറയാണ്, കൊടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ പോലീസ് എങ്ങാനും പിടിച്ചാൽ അജിത്തേട്ടൻ എല്ലാ കാര്യങ്ങളും പറയും, അവസാനം നമ്മൾ കുടുങ്ങുമെന്നൊക്കെ പറയുന്നു.
രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളോട് ഒരു കാര്യവും പറയാത്തത്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം. പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്കും ഷെയർ തരാം. ഇപ്പൊ തന്നെ ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. കുട്ടിയെ ആണെങ്കിൽ കൊണ്ടു കൊടുക്കേണ്ട സമയമായി. ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. രേഷ്മ അപ്പോൾ ചോദിക്കുകയാണ്, നീ പൈസ വാങ്ങിയോ? എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നീ അതുകൊണ്ട് ബാറിൽ തീർത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. രേഷ്മ പെട്ടെന്ന് പാമ്പിനെ കാണുന്നു. രാഹുലിനോടും പറയുന്നു. രാഹുലും പാമ്പിനെ കാണുന്നു. രണ്ടുപേരും പേടിക്കുകയാണ്. പേടിച്ചിട്ടാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. രാഹുൽ ആണെങ്കിൽ മഹിയോട് പോയി പറയുന്നുണ്ട് പാമ്പിനെ കണ്ടെന്ന്. മഹി അപ്പോൾ വിശ്വസിക്കുന്നില്ല. നീ രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന്. മഹി അപ്പോൾ വിശ്വസിക്കുന്നില്ല. മഹിക്കാണെങ്കിൽ ഒരു അർജന്റ് കോൾ ഉണ്ടെന്നും പറഞ്ഞ് ഫോണുമായിട്ട് പോകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്